നമ്മൾ വേളതൊക്കെ കേൾക്കുന്നു, പറയുന്നു, നേരം വെളുത്തിട്ട് ഇതൊക്കെ മറന്നു. അങ്ങനെ ആയിപ്പോവല്ലേ. الذين يستمعون القول فيتبعون احسنه. നന്മ കേൾക്കുമ്പോൾ അതിലെ ഏറ്റവും നല്ലത് സ്വീകരിക്കുന്നവരാണല്ലോ മുഅ്മിനീങ്ങൾ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ, ഹബീബായ നബി തങ്ങൾ അവരൊക്കെ എങ്ങനെയാണോ അല്ലാഹുവിനെ സ്നേഹിച്ചത്, കാണാൻ കൊതിയാവുന്നു റബ്ബേ എന്ന് പറഞ്ഞവര്. അല്ലാഹുവിനെ കാണാൻ കൊതിയാവുന്നു. നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അല്ലാഹുവിനെ കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ പറയും. ഉണ്ടായിരിക്കും. മരിക്കിനെ പറ്റി പറയല്ലേ എന്ന് പറയല്ലേ. മരണവും ഖബറെന്നൊക്കെ വേറെ വിഷയാന്ന് പറഞ്ഞാൽ തന്നെ ചിലർ ഒന്ന് മുങ്ങും. ഔലോ കേൾക്കാന്. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ അടുത്തേക്ക് പോണതിനെ പറ്റിയാണ് പറയണത്. നമ്മളിപ്പോ അള്ളാഹു വിളിച്ചു, മോനെ പോര് എന്ന് വിളിച്ചാൽ ഞാൻ വരെ പടച്ചോനെ എന്ന് നമ്മൾ പറയോ? പൊന്നാര റബ്ബേ, ഞാൻ ഇപ്പൊ നസർ കള്ളാക്കിയിട്ട് ഇതുവരെ കള്ളാ കൂട്ടിയിട്ടില്ല. എന്തായിരിക്കും നമ്മൾ പറയാ? അള്ളാഹുവിനോട് എന്താ പറയാ? ഇപ്പൊ വിളിച്ചാ പോകാൻ റെഡി ഉണ്ടോ എന്നുള്ള ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? മലക്ക് ചോദിക്കണം, പോവല്ലേ എങ്ങോട്ട്? മണ്ണിലേക്ക്. സമയായി, വാ പോവാ. ഇപ്പോഴാ പടച്ചോനെ, ഞാൻ ആലോചിച്ചില്ലല്ലോ റബ്ബേ, എത്ര നേരത്തെ തന്നെ കൊണ്ടുപോകുന്നു. എന്റെ തൊട്ടപ്പുറത്ത് 90 കഴിഞ്ഞ മനുഷ്യൻ കിടക്കണ്ടല്ലോ റബ്ബിനെ, എന്നെ നമ്മൾ കൊണ്ടുപോകണത്. നമ്മൾ അങ്ങനെ പറയാ. നമ്മൾ വരാൻ റെഡിയാണോ? 16ലും 17ലും അള്ള വിളിച്ചാൽ നമുക്ക് പോകാൻ ഒരുക്കമാണോ? നമ്മുടെ ഹൈസ്കൂൾ കുട്ടികളൊക്കെ ഒന്ന് ചിന്തിച്ചോളി. ഹൃദയ മയക്കുമരുന്ന് അതൊക്കെ ഇട്ട് നടന്ന് കുറെ പ്രേമവും സല്ലാപോയിട്ട് നടന്ന് അവസാനം കുറെ തെറ്റൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ ബോധം വെച്ച് വരും. അതിന്റെ ഇടക്കല്ലാഹുവിന് കൊണ്ടുപോയാൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നുവോ? മനസ്സിനോട് ചോദിക്കും. അതൊരു സൽസ്വഭാവമാണ്. അള്ളാഹു കൂടെ ഉള്ളതുപോലെ എന്റെ റബ്ബെന്നെ വീക്ഷിക്കുകയാണ്, ഞാൻ അവന്റെ സവിധത്തിലാണ്. إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب فلا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ അള്ളാഹു എന്റെ കൂടെ ഇരിക്കുകയാണ്. ആ ഒരു രീതിയിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിക്കാൻ കഴിഞ്ഞാൽ സൽസ്വഭാവത്തിന്റെ ഏറ്റവും നല്ല ഗുണം നമ്മൾ അവാഹിച്ചെടുത്തു. നാളെ റബ്ബിനെ കണ്ണ് നിറയെ ആളുകൾ കാണുന്ന നേരമുണ്ട്. അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരിടമുണ്ട്, പരിശുദ്ധ സ്വർഗത്തിലെ വാദിൽ അഫിയഹ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ വെച്ചാണ് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുക. എന്തെങ്കിലും വേണോ? എന്ത് വേണം റബ്ബേ? നീ ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലേ, എന്നാലും ചോദിച്ചോളൂ. എന്ത് വേണം റബ്ബേ? റിളാഖ്, നിന്റെ തൃപ്തി വേണം റബ്ബേ ഞങ്ങൾക്ക്. അപ്പോഴേക്കും വാഹനങ്ങൾ വന്നു തുടങ്ങി. കയറിക്കോളൂ എല്ലാവരും. മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. നല്ല മനോഹരമായ ഒരു വാഹനത്തിൽ കൊണ്ടുപോകും. എല്ലാവരും അതിന്റെ പുറത്ത് കയറി പോകുന്നു. വാദിൽ അഫിയഹ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എല്ലാവരും ഇറങ്ങിക്കോളൂ. നോക്കുമ്പോൾ മനോഹരമായ കസേരകൾ, ഒരു ലെവൽ VIP കസേരകൾ, മുത്തുകളാൽ, മറ്റൊന്ന് സ്വർണം, പവിഴങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങളാൽ ഉണ്ടാക്കിയ ചെയറുകൾ. ഓരോരുത്തരും ഗ്രേഡ് അനുസരിച്ച് അവിടെ ഇരിക്കുക. ബേക്കിലുണ്ട് നല്ല മനോഹരമായ കസ്തൂരിയുടെ കുന്നുകൾ. മണ്ണല്ല, തുർബുഹു മിസ്കുൻ, മണ്ണിന് സുഗന്ധം. അങ്ങനത്തെ സ്ഥലം അവിടെ. അതിൽപ്പെട്ട ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ, ആ അള്ളാഹുവിനെ കാണാൻ പോകുന്നവരിൽ സ്ഥാനം കുറഞ്ഞവരെന്ന് പറയാനുണ്ടോ എന്ന് ആലിമീങ്ങൾ അതിന്റെ ഇടക്ക് പറയും. എന്നാലും അതിനാഹും VIP ഉണ്ടാവുമ്പോൾ താഴെ കുറച്ച് സ്ഥാനം കുറഞ്ഞവരാകുമ്പോഴല്ലേ VIP എന്ന് പറയുള്ളൂ. അപ്പൊ VIP ഉണ്ടാവണമെങ്കിൽ VIP അല്ലാത്തവരുണ്ടാവും. അവരൊക്കെ സുഗന്ധ കസ്തൂരിയുടെ കുന്നുകളിൽ ഇരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു അവന്റെ പരിശുദ്ധമായ അർശിൽ നിന്ന് വിശ്വാസികളുടെ മുമ്പിലേക്ക് വരും. എന്ത് വേണം? നിങ്ങൾക്ക് എന്താ വേണ്ടത് റബ്ബേ? നീ ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ? എന്നാലും ചോദിച്ചോളൂ. നിന്റെ തൃപ്തി ഞങ്ങൾക്ക് തന്നില്ലയോ റബ്ബേ? അത് മതി. തൃപ്തി തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഈ സ്വർഗത്തിൽ എത്തിക്കുമോ? എന്തു വേണം? സ്വർഗവാസികൾ ഒന്നാകെ ഒരൊറ്റ ശബ്ദത്തിൽ മറുപടി പറയും, നിന്നെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? അതാണ് ആഗ്രഹം. ഫയതജല്ല,
അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ മറകൾ മുഴുവനും നീങ്ങുകയാണ്, ഒന്നൊന്നായി നീങ്ങുകയും ഫയറൗനല്ലാഹ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ കണ്ണുകൊണ്ടവർ കാണും എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാദിൽ ലഫീഹിൽ വിഐപികളായ മുഅ്മിനീങ്ങളെ മുഴുവൻ കൊണ്ടുപോയി ഗാലറിയിൽ ഇരുത്തുന്ന പോലെ ചെയറിലിരുത്തി അതിൽ ഏറ്റവും സ്ഥാനം കുറഞ്ഞവർ കസ്തൂരിയുടെ കുന്നുകൾ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ കണ്ണ് നിറയെ കാണുന്ന ഒരു രംഗമുണ്ട്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ മുഖങ്ങൾക്ക് ഏറ്റവും നല്ല ശോഭ വരുന്നവരെന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. പടച്ച തമ്പുരാൻ നമ്മളൊക്കെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. മുഖം പ്രകാശിക്കുന്നവർ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അള്ളാഹുവിലേക്ക് നോക്കുമ്പോ മുഖങ്ങൾക്ക് പ്രകാശം വരുന്നവർ. അങ്ങനെ നോക്കി നിൽക്കുന്നതാണ് അള്ളാഹുവിനെ. വർഷങ്ങളോളം നോക്കി നിൽക്കും, കണ്ണിമ വെട്ടൂല. എന്തോ ഒരു രസായിരിക്കും അതല്ലേ. എല്ലാം മറന്നുപോകുന്ന, എല്ലാം മറന്നുപോകും, എല്ലാം മറന്നു. فينسون النعيم إذا رأوه فيا خسران أهل الاعتزال يراه المؤمنون بغير كيف وإدراك وضرب من مثال فينسون النعيم إذا رأوه فيا خسران أهل الاعتزال. ഈ ലോകത്ത് നിന്ന് യാത്ര പിരിഞ്ഞു പോകുമ്പോൾ അള്ളാഹുവിനെ കാണാൻ ഒരു സൗഭാഗ്യമുണ്ടാകുമെന്ന് അറിയുന്നതിനേക്കാളും അനുഭവിക്കുന്നതിനേക്കാളും എന്ത് സൗഭാഗ്യമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. എന്തിനാ മരിക്കാൻ പേടിക്കണത്? ഇവിടെ കുറച്ച് മുതലൊക്കെ ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കുക, അതിലും വലുത് അള്ളാഹ് തരാൻ പോവല്ലേ, പിന്നെ എന്തിനു വിഷമിക്കണം? അങ്ങനെ ഒരു മനസ്സ് നമ്മുടെ കൽബിൻ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ കൽബിലേക്ക് വന്നു തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. എന്നാ പിന്നെ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മാനോടും വാപ്പാനോടും തെറ്റുന്ന കേസ് ഉണ്ടാവില്ല അല്ലെ. അരച്ചാണ് ഭൂമിക്ക് വേണ്ടി അയൽവാസിയോട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം വരൂല. സ്വന്തം ജ്യേഷ്ഠൻ അനുജനോട് പെങ്ങളോട് മിണ്ടിയിട്ട് കാലങ്ങളായി എന്തേ വാപ്പാന്റെ സ്വത്ത് ഓഹരി വെച്ചപ്പോ എന്തോ ഷെയർ വാങ്ങിച്ചു, അതിന്റെ ഞാൻ മിണ്ടൂല. എന്തിനാണിതൊക്കെ? നമ്മൾ എന്തിനാണ്? 1/2 സെന്റ് ഭൂമിയാണോ വിഷയം? നമ്മുടെ ബന്ധങ്ങൾ അത്രയും ചെറുതോ? നമ്മുടെ ബന്ധങ്ങൾ അത്രക്ക് ചെറുതാ? ഒരു കൂട്ടുകാരന്റെ കഥ പറയാ. ഒരുത്തന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു വാഹനം കടന്നു പോകുമ്പോ, ഒരു വീട് പണിയൊക്കെ നടക്കുമ്പോൾ സാധനം കടത്തൂലേ, ഇന്റർലോക്ക് ഇളകിപ്പോകുന്നു. ഓന്റെ കുടുംബ ബന്ധം ഇളകണത് പ്രശ്നമല്ല, ഇന്റർലോക്ക് ഇളകണുണ്ട്, അതുകൊണ്ട് വണ്ടി എന്ത് ചെയ്യണ്ട, അതിൽ പോണ്ടാന്ന്. അത് മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാൻ ഈ കൂട്ടുകാരൻ റെഡിയാണ്. പക്ഷേ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എവിടെ? അവർക്ക് വീട് പണി നടന്നപ്പോൾ എല്ലാ സാധനവും കടന്നുപോയത് ഇവരുടെ മുറ്റത്തുകൂടെയാണ്. വിഷമം തോന്നിയിട്ടില്ല. പക്ഷെ ഒരു വാഹനം വരുമ്പോ അത് ബുദ്ധിമുട്ടാണ്. എന്തിനാ പിന്നെ നമ്മളെ പറ്റുക? വയംനഊനൽ മാഊൻ, ചെറിയ ഉപകാരം പോലും തടഞ്ഞു വെക്കുന്നവർ മുനാഫിക്കിന്റെ അടയാളമാണെന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, അവരെ പറ്റി പറഞ്ഞപ്പോഴാ യംനഊനൽ മാഊൻ, നിസ്സാരമായ ഉപകാരം പോലും നമ്മൾ ചെയ്യാൻ വിടൂല. അത് അത് പറ്റൂല. എന്ത് പറ്റൂല? നിന്റെ മുറ്റത്തൂടെ ഒരു വാഹനം കയറിപ്പോയ ഭൂമി അങ്ങോട്ട് താഴ്ന്നു പോവോ? ഇല്ല. എന്നാലും ഒരു പിശുക്ക് കാണിക്ക, ഒരു ഉപദ്രവം ചെയ്യല്ലേ. നമ്മുടെ ബന്ധങ്ങൾ വലുതാണ്. ഈ ബന്ധങ്ങളെല്ലാം അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മളെ സഹായിക്കുമെങ്കിൽ, നല്ല സ്വഭാവങ്ങളിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമെങ്കിൽ അതല്ലേ നമുക്ക് നല്ലത്. അല്ലാമ കഥാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ കൂട്ടുകാരനെ സ്നേഹിച്ച ഒരു കഥ പറയുന്നുണ്ട്. അള്ളാഹുവിന് ഇഷ്ടമുള്ള സ്നേഹം, അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുന്ന ഒരാളെ സ്നേഹിക്കണം നമ്മൾ. അള്ളാഹു ഇഷ്ടപ്പെടാതെ ജീവിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുക. അള്ളാഹുവിനെ വെറുപ്പിക്കുന്നവരെ, അള്ളാഹുവിനെ സ്നേഹിക്കാത്തവരെ, അള്ളാഹുവിന്റെ മാർഗം ഇഷ്ടപ്പെടാത്തവരെ നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കുകയും ചെയ്യുക. അത് ഈമാനിന്റെ ഭാഗമാണ്. ആ വ്യക്തിയല്ല നമ്മൾ വെറുക്കുന്നത്, അയാളുടെ സ്വഭാവമാണ്. അയാൾ നന്നായാൽ ഫഹുവ അഖീ, എന്റെ സഹോദരനാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. കൂട്ടുകാരന്റെ കൂടെ കൂടി കൂട്ടുകാരന്റെ സ്വഭാവം പിടിക്കാതെയായി, കൂടെ യാത്ര ചെയ്യുമ്പോഴോ അല്ലാതെയോ
അല്ലാമ കസാനി റഹ്മഹുല്ല പറയുന്നു, ഞാൻ എന്റെ കയ്യിലെ പൈസ എടുത്തിട്ട് സ്വതക്ക ചെയ്യാൻ തുടങ്ങി. എന്തിനെന്നറിയോ? എന്റെ കൂടെ ജീവിക്കുന്ന ഈ കൂട്ടുകാരനോട് റബ്ബേ എന്റെ മനസ്സിൽ ഒരു വെറുപ്പ് തോന്നാതിരിക്കാൻ ഞാൻ സ്വതക്ക ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം എന്റെ കൂട്ടുകാരനെ ഒറ്റക്ക് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു, സഹോദരാ, നിങ്ങളുടെ ചില സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്ത്? നിങ്ങൾ ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ ഇവിടെ കിടക്കുന്നു, എന്റെ കവിൾ ഞാൻ മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്നു. നിങ്ങളുടെ കാലിലെ ചെരുപ്പ് കൊണ്ട് എന്റെ കവിളിൽ ഒന്ന് നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടണം. എന്റെ ഒരു സമാധാനത്തിനാണ്. നിങ്ങളോട് എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്, വെറുപ്പ് തോന്നിയിരുന്നു, അതെന്റെ കൽബിന്ന് പോവാനാണ്. സുബ്ഹാനല്ലാഹ്. ഒരുമിച്ച് കാണുമ്പോ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയായ ബിലാൽ എന്നവരെ അവരുമായി എന്തോ ഒരു തർക്കം നടന്നപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു യബ്ന സൗദാ, കറുത്തവളുടെ മോനെ എന്ന് വിളിച്ചുപോയി അറിയാതെ. കറുത്തവളുടെ മോനെ. ബിലാൽ എന്നവർ കറുത്തവരായിരുന്നു റളിയല്ലാഹു അൻഹു. പക്ഷെ മനസ്സിന് വെളിച്ചവും മനസ്സിന് തെളിമയും ഉണ്ടായിരുന്നു. തൊലി കറുത്തിട്ടാണ്. പക്ഷെ എന്തേ? ഈമാൻ വലുതല്ലേ. അതുകൊണ്ടല്ലേ കഅബയുടെ മീതെ കയറാനുള്ള സ്ഥാനം ബിലാൽ എന്നവർക്ക് നബി കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര നല്ല ചൊറുക്കുള്ള സ്വഹാബിമാർ കൂട്ടത്തിലുണ്ട്. കയറ് ബിലാലെ, നിങ്ങളാവട്ടെ കഅബയുടെ മുകളിലേക്ക്. ആദ്യമായി പരിശുദ്ധ ഇസ്ലാമിൽ ആദ്യമായി കാല് വെച്ച് കയറി വാങ്ക് വിളിക്കുന്നത് ആരാ? ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. യബ്ന സൗദാ, എന്തോ ഒരു ദേഷ്യം വന്നപ്പോ, കറുത്തവളുടെ പുത്ര, നിന്റെ ഉമ്മ കറുത്തവളല്ലേ എന്ന് പറഞ്ഞു പോയി. ബിലാൽ തങ്ങൾ ചെന്ന് പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ എന്നെ ഇങ്ങനെ വിളിച്ചു, നബിയെ എന്നെ ഇങ്ങനെ വിളിച്ചു. അത് എന്റെ കുഴപ്പമാണോ നബിയെ? എന്റെ ഉമ്മ കറുത്തുപോയത്, എന്റെ തൊലി നിറം കറുത്തുപോയത് ഞാൻ ചെയ്ത കുറ്റമാണോ നബിയെ? എന്നെ അബൂദർ എന്നവർ ഇങ്ങനെ വിളിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, എന്നോട് ഹബീബായ തങ്ങൾ വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞു, ഇന്നകംറുൻ ഫീക ജാഹിലിയ്യ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പുള്ള ജാഹിലിയ സ്വഭാവം ഇപ്പോഴും ബാക്കിയുണ്ടല്ലേ അബൂദറേ? ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത്? അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാനങ്ങ് നാണിച്ചു പോയി. അബൂദർ റളിയല്ലാഹു അൻഹു പറയാ. എന്നിട്ട് താഴെ കടന്നു കൊടുത്തു. അബൂദർ തങ്ങൾ ഗിഫാർ ഗോത്രത്തിന്റെ നേതാവാണ്. താഴെ കടന്നിട്ട് പറഞ്ഞു, ബിലാലെ, നിങ്ങളുടെ ആ കാലുകൊണ്ട് എന്റെ കവിളിൽ ചവിട്ടു ബിലാലെ. എന്റെ ഈ മുഖത്തെ, എന്റെ ഈ ശരീരത്തിലെ നാവ് കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചത്. എന്റെ കവിൾ, എന്റെ ശരീരത്തിലെ ഏറ്റവും ഞാൻ സ്നേഹിക്കുന്ന എന്റെ മുഖം, ആ മുഖത്ത് നിങ്ങളുടെ മണ്ണ് പുരട്ടിയ കാല് കിടക്കട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിസ്സാരനാണ് ബിലാലെ. നിങ്ങൾ എന്റെ കാൽ എത്രയോ ഉത്തമനാണ്. അതുകൊണ്ട് ബിലാലെ, എന്റെ കവിളിൽ ചവിട്ടു ബിലാലെ. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യാ അബൂദർ, അബൂദറേ, അല്ലാഹുവിന് സുജൂദ് ചെയ്ത ഒരു മുഖത്ത് ഞാൻ എങ്ങനെയാണ് എന്റെ കാലുകൊണ്ട് ചവിട്ടുന്നത്? അല്ലാഹുക്ക് സുജൂദ് ചെയ്തൊരു മുഖത്ത് ഞാൻ എങ്ങനെയാണ് എന്റെ കാലുകൊണ്ട് ചവിട്ടുന്നത്? യഗ്ഫിറുല്ലാഹു ലക യാ അബൂദർ, അബൂദറേ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറയുകയും, അൻത അഖീ ഫില്ലാഹ്, നിങ്ങൾ എന്റെ സഹോദരനല്ലേ അബൂദറേ. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സങ്കടം പങ്കുവെച്ചവിടെ നന്നാവുകയാണ്. പ്രശ്നം തീർന്നു. യാ സലാം, എന്താണിതൊക്കെ? ഇവർക്കൊക്കെ അല്ലാഹ് സ്വർഗ്ഗം കൊടുത്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഹബീബിന്റെ സ്വഹാബിമാരായവര്, ഇവരാണ് ഹബീബിന്റെ സ്വഹാബിമാർ. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ, റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിക്കാം. മനുഷ്യബന്ധങ്ങൾ ജാതിമത ഭേദമന്യേ സൽസ്വഭാവികളാവുക. മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, മുആവിയ തന്നവരെ, നമ്മൾ കുടുംബക്കാരല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കണം കേട്ടോ. ഏത് കുടുംബം? അതിന്റെ പിന്നെ മക്കളല്ലേ നമ്മളൊക്കെ. വന്നാളിച്ച് പറയാം, മുആവിയ തങ്ങൾക്ക് ഇത് വല്ലാത്ത രസമായിട്ട്, ശരിയാണ് കേട്ടോ, ഇക്കാലം വരെ നമ്മൾ ആ ബന്ധം പുതുക്കിയിട്ടില്ല, അത് ഓർമ്മിപ്പിച്ച ആളല്ലേ നിങ്ങൾ, നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുത്തു മുആവിയ റളിയല്ലാഹു അൻഹു. എന്തേ? നമ്മൾ ഒരു ഉപ്പയുടെ മക്കളല്ലേ, അത് പോരെ ബന്ധത്തിന്?
നമ്മുടെയൊക്കെ വല്യപ്പ ഒരാളാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെയൊക്കെ വല്യപ്പ ഒരാളാണെന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് വരല്ലേ നമ്മൾ. അപ്പൊ ആ ഒരു ഒരുമയും സ്നേഹമൊക്കെ നമ്മൾ വേണ്ടേ നമ്മുടെ നാട്ടുകാരോട്, കൂട്ടുകാരോട്, നമ്മുടെ കൂടെയുള്ള ആളുകളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സൽസ്വഭാവം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ് അബൂ ഉസ്മാൻ അൽ ജരീരി റളിയല്ലാഹു അൻഹു. വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു പെണ്ണ് ദേഹത്തേക്ക് വെണ്ണീറിട്ട് കൊടുക്കുന്നത്. വെണ്ണീറിട്ട് എറിഞ്ഞു കൊടുക്കുക, ദേഷ്യപ്പെട്ടിട്ട് ചെയ്യാണ്. ഇന്നത്തെ വെണ്ണീർ വാട്സപ്പും ഫേസ്ബുക്കിലൊക്കെ ഉണ്ടാവുക, അന്നത്തെ നേർക്ക് നേരെയാണ് ഇട്ട് കൊടുക്കുക. ചളിപുരണ്ട കൊലപാതകം ചെയ്യുക, ആക്രമിക്കുക, ഇന്ന് ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യലാണ് ഇന്നത്തെ വലിയ ആവേശം. അങ്ങനെയാണ്, വെറുതെ എഴുതി വിടുക, അതിൻ്റെ താഴെ വേറെ കുറച്ചൊരു എഴുതി വിടുക, അവസാനം ചെന്ന് നോക്കുമ്പോൾ ഇതിലിപ്പൊന്നുമില്ലല്ലോ എന്ന് തിരിഞ്ഞും. പിന്നെ അങ്ങനെ കമൻ്റ് അടിച്ച് ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നിട്ട് ജീവിക്കുന്ന കുറേ ബുദ്ധിജീവികളുണ്ട്. നല്ല തന്നെയാണ്, നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ തിന്മാവാതിരിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. മഹാനായ അബൂ ഉസ്മാനുൽ ജരീരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെട്ടിരുന്ന മഹാനാണ്. മഹത്തുക്കളിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്നത് ഇബ്നു തൈമിയയെ കുറിച്ചാ പറയാ. അങ്ങനല്ല, അബൂ സക്കരിയ അൽ അൻസ്വാരി ഷെയ്ഖുൽ ഇസ്ലാമാണ്. മഹാനായ അബൂ ഉസ്മാനുൽ ജരീരി തങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാമാണ്. അവരൊക്കെയാണെന്നറിയപ്പെടുന്ന മുൻഗാമികളായ ഷെയ്ഖുൽ ഇസ്ലാമുമാർ. നടന്നു പോകുമ്പോഴാണ് ഒരു പെണ്ണ് ചൂടുള്ള വെണ്ണീർ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തി, മഹാന്റെ ദേഹത്തേക്ക്. എന്തോ ഒരു ദേഷ്യമുണ്ട്. നല്ല നിലക്ക് നടക്കുന്ന മനുഷ്യന്മാരോട് ആ ഒരു നല്ല നടപ്പ് കൊണ്ട് ദേഷ്യമുള്ളവരുണ്ടാവും, ഒന്നും ചെയ്തിട്ടല്ല. ആ പെണ്ണ് ദേഹത്തേക്ക് ചൂടുള്ള വെണ്ണീരിട്ടപ്പോഴാണ് മഹാനായ അബൂ ഉസ്മാനുൽ ജരീരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന മനിസ്തഹഖന്നാറ ഫസൂലിഹ ബിർറമാദി ലാ യജൂസു ലഹു അൻ യഗ്ഫൽ. അല്ലാഹു തീ കൊണ്ട് ശിക്ഷിക്കാൻ വിട്ടിട്ട് തീ കൊണ്ടുള്ള ശിക്ഷ വരെ അർഹിക്കുന്ന എനിക്ക് തീയൊക്കെ ഒഴിവാക്കി തീയിൽ ഇളവ് ചെയ്ത് വെണ്ണുനീർ കൊണ്ട് അല്ലാഹു എനിക്ക് തീയിന് പകരം വെണ്ണുനീർ കൊണ്ട് ഇളവ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ട ആളാണ്. ഇങ്ങനെ അശ്രദ്ധനായി നടന്നാൽ പോരല്ലോ. എന്താണ് പറഞ്ഞെന്നറിയോ? തീയിട്ടിട്ടില്ലല്ലോ, തീ എന്നെ കൊള്ളാൻ മാത്രം ഞാൻ പാപിയാണല്ലോ, വെണ്ണീറല്ലേ ഇട്ടിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ഈ സൽസ്വഭാവമാണ്. അലൈക ബിഹുസ്നിൽ ഖുലുഖി, സൽസ്വഭാവം ഉണ്ടാവണം. വബിതൂലിസ് സുംത്, അനാവശ്യങ്ങൾ പറയാതെ മൗനം പാലിക്കണം. ചില ചീത്ത പറച്ചിലുകൾക്ക് മറുപടി മൗനമാവട്ടെ, ചില ആക്ഷേപങ്ങൾക്ക് മറുപടി മൗനമാവട്ടെ, ചില പരിഹാസങ്ങൾക്ക് മറുപടി മൗനമാവട്ടെ. അതല്ലേ നബി തങ്ങൾ പറഞ്ഞത്, ഇങ്ങോട്ട് ചീത്ത പറയുന്നവരെ അതേപോലെയോ അതിലേറെയോ ചീത്ത പറയാൻ കഴിയുമായിരിക്കെ നമ്മളത് ചെയ്യാതിരിക്കുന്നത് സൽസ്വഭാവമാണ്. അലൈക ബിഹുസ്നുൽ ഖുലുഖ്, മുത്തനബി തങ്ങൾ ഓരോ മുസ്ലിമിനോടുമാണ് പറയുന്നത്, സൽസ്വഭാവം ഉണ്ടാകണം. വബിതൂലിസ് സുംത്, മൗനം നിങ്ങൾക്ക് സ്വഭാവമായി മാറട്ടെ, അനാവശ്യങ്ങൾ വിളിച്ചു പറയല്ല. ഫവല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ തജമ്മലത്തിൽ ഖലായിഖു ബിമിസ്ലിഹിമാ, മൗനവും സൽസ്വഭാവവും പോലെ സ്വഭാവങ്ങൾ ശുദ്ധിയാവാൻ പറ്റിയ ഗുണങ്ങൾ വേറെ എന്തുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്ന് ഉറക്കെ ചൊല്ലി നോക്കി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. തൊണ്ടയൊക്കെ ഒന്ന് അനക്കി നോക്കി, നിങ്ങൾ കുറെ നേരം മിണ്ടാത്തോണ്ടായിരിക്കും ഒച്ച വന്നിട്ടില്ല. ഒന്ന് ഉറക്കെ ചൊല്ലിക്കോളി. സിന്ദാബാദ് വിളിക്കാനൊക്കെ എന്താ ഉഷാറ്. 4 ആള് റൂട്ടിൽ കൂടെ പോയാൽ ഭൂമി കുലുങ്ങും അല്ലേ? എന്താണ് ഒച്ചൊക്കെ, 4 ആളെ ഉണ്ടാവുള്ളൂ സംഘത്തില്. നമുക്ക് സ്വലാത്തിന് ഉറക്കെ ചൊല്ലിക്കൂടെ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. സ്വല്ലി അലാ മുഹമ്മദിൻ
وعلى آل سيدنا محمد وبارك وسلم عليه. ഹബീബിന്റെ സ്വലാത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ചില മലക്കുകൾ അവരുടെ ഡ്യൂട്ടി ദാ ഈ നമ്മുടെ കാരക്കുന്നുള്ള ഈ സ്വലാത്ത് ഹബീബിന്റെ ഹദറത്തിലേക്ക് ഓൺ ദ സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു ഈ സ്വലാത്ത് ഹബീബിന് എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.